എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. പൊതുവേ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും തുടങ്ങിയ ഒരു സെഷനാണ് ഈ ടഫ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സെഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം അതുപോലെ സേവനങ്ങളും മെച്ചപ്പെടുത്തുക, രോഗി സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. അപ്പം സ്കീമുകളെ കുറിച്ചുള്ള ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ സേവനങ്ങളും മെച്ചപ്പെടുത്തുക, രോഗി സൗഹാർദ്ദമാക്കുക. അതായത് ഈ പറയുന്ന രോഗികൾക്ക് കുറേയും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റുന്നൊരു അവസ്ഥ, രോഗി സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. 2, റോഡ് അപകടങ്ങളിൽ നിന്ന് പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. റോഡ് അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ റോഡ് അപകടത്തിൽ പെടുന്ന ആൾക്കാർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. 3, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന മെഡിസബ് പദ്ധതിയിൽ പെൻഷനായ ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നില്ല എന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് 3 സ്കീം വൈസ് ചോദ്യമാണ്. ആദ്യത്തേത്, സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ആർദ്രം മിഷനെ കുറിച്ചുള്ള പദ്ധതിയാണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 2, റോഡ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം, അതായത് റോഡ് അപകടങ്ങളിൽ പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന അടിയന്തര ചികിത്സ നൽകുന്നതാണ് സ്മൈൽ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. കേരള പോലീസാണ് ആവിഷ്കരിച്ചതെന്ന് പറയുന്നു. 3ാമത്തെ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതി. അത് പെൻഷൻകാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം നമുക്ക് നോക്കാം. ആദ്യത്തേത് മിഷൻ ആർദ്രം എല്ലാവർക്കും അറിയുന്നതാണ്. ആർദ്രം മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കുന്നതിന്, ഹോസ്പിറ്റലുകളിലെ ഗവൺമെൻറ് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കുന്നതിന് മാത്രമല്ല പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുന്ന, അതായത് രോഗികൾക്ക് സൗഹാർദ്ദപരമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ലഭിക്കുക എന്ന രീതിയിൽ കുറേയും കൂടെ അവർക്കത് യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് ശരിയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2, റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ അടിയന്തര ചികിത്സ നൽകുന്നതിൻ്റെ കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഇത് സ്മൈൽ എന്ന് പറയുന്നത്. അതും ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതാണ് മെഡിസെപ്പ്. അത് ശരിയാണ്. പെൻഷൻകാരെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. പെൻഷൻകാരെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1 and 2 ആണ് ഉത്തരം. 1 and 2. അപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം, ടഫ് ചോദ്യം അവസാനിച്ചിരിക്കുകയാണ്. PDF നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉത്തരം 1 and 2 ആണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഇതൊക്കെ എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടെലിഗ്രാം ചാനൽ വന്നതോടുകൂടി നമ്മൾ PDF ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും റിവൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.